എടുക്കുകയും വേണം, കക്ഷത്തിലെടുത്ത് വീഴുകയും പാടില്ല എന്നൊരു നയം ശരിയല്ല. അങ്ങനെ ഒരു നയപരമായ മാറ്റം CPM ഉണ്ടെങ്കിൽ they can say openly. അവർക്കത് പറയും. ഹിന്റ് ഒരുപാടുണ്ടല്ലോ, എത്രയോ അഴിമതി ആരോപണങ്ങൾ അവരെ നേർക്ക് നിൽക്കുകയല്ലേ. അതിനെക്കുറിച്ച് ഇപ്പം ഞാൻ അതേക്കുറിച്ച് പറയാൻ പിന്നെ വിഷയമൊക്കെ നമ്മൾ എവിടെയെങ്കിലും എത്തൂല്ലേ? നമ്മളെ മാറി ഇത് പറയാലോ, അത് പറയാതിരിക്കുക, ഒരു ഭാഗത്ത് മറ്റേത് പ്രസംഗിക്കുക, ഇരുവാരത് പ്രവർത്തിക്കുക. അതിൻ്റെ വൈരുദ്ധ്യം എന്തായാലും CPM അനധികൃതമായ മാർഗത്തിലൂടെ ഫണ്ട് ഉണ്ടാക്കുന്നു, പണമുണ്ടാക്കുന്നു. അതൊരു റിയാലിറ്റി. ഭരണം അവർ പണമുണ്ടാക്കാനുള്ള വഴിയായി തന്നെ സ്വീകരിക്കുക. ഞാൻ ചോദിക്കുന്നു, ഇവിടെ ഇപ്പോൾ രാജ്യത്ത് പൂഴി, ആരാ പൂഴി മാഫിയ? എൻ്റെ നാട്ടിലെ പൂഴിക്ക് ഇപ്പം ഇവിടെ എത്രയാണ് വില എന്ന് എനിക്കറിയില്ല. അവിടെ ഇപ്പം പൂഴിക്ക് ഏതാണ്ട് 6000 രൂപ. ആരാ പൂഴിക്ക് വില കഴിച്ചവർ? CPMന്റെ സൊസൈറ്റി അല്ലേ? പൂഴി മുളവെടുക്കുന്ന CPM സൊസൈറ്റി അല്ലേ? CPM സൊസൈറ്റിയുടെ പൂഴിയുണ്ടോ? ഞങ്ങളിപ്പോൾ അവസാനത്തെ ദൊമ്മ യുദ്ധം നടത്തിയിട്ടാണ് അഴീക്കൽ തുറമുഖത്ത് ഞങ്ങളൊരു സൊസൈറ്റിക്ക് കിട്ടിയത്. ഞങ്ങൾ കൊടുക്കുന്ന പൂഴി 2500 പക്ഷേ മാർക്കറ്റിൽ ആ പൂഴി മറ്റുള്ള CPM സൊസൈറ്റിൻ്റെ പൂഴെത്തുമ്പോൾ അത് 6000 രൂപയാണ്. ആരാ പൂഴി മാഫിയ? കല്ല് പെട്ടണോ CPMന്റെ ആളുകൾക്ക് പണം വേണം? കർഷകർ ആരംഭിക്കണോ CPMനെ കാണണം? കൃഷി മാറണോ CPM ലോക്കൽ നേതാവിനെ കാണണം? ഇവിടെ എന്ത് വേണമെങ്കിലും, ഇവിടെ കടലും കാടും മണ്ണും വിണ്ണും പുഴയും ഒക്കെ ഞങ്ങൾക്ക് അവകാശപ്പെട്ടതാണ് എന്ന രീതിയിൽ CPM നടത്തുന്ന പ്രവർത്തനം, അതിലൊന്നാണ് ഈ കണ്ടൽക്കാട്. അതിനെതിരെ ഫൈറ്റ് ആയത്.